നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ ഓരോ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗ എന്നുള്ള ഈ കാര്യം പ്രാക്ടിക്കലായിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് സിസ്റ്റത്തിലൂടെ സാധിക്കുന്നു. അതിന്റെ ലാളിത്യമാണ് അതിന്റെ ഏറ്റവും വലിയ മറ എന്ന് സഹജമാർഗത്തിന്റെ മാസ്റ്റർ ആയിട്ടുള്ള ബാബുജി മഹാരാജ് പറയുന്നത്. അപ്പൊ ലളിതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈസി എന്നുള്ളതല്ല എന്ന് ചാരിജി മഹാരാജ് പറയുന്നു. ലളിതം എന്ന് പറഞ്ഞാൽ സിമ്പിൾ, കോംപ്ലിക്കേറ്റഡ് അല്ല, അത്ര സിമ്പിൾ ആണ്. ഗോഡ് ഇസ് സിമ്പിൾ ആൻഡ് ദ വേ ടു ഹിം ഇസ് ഓൾസോ സിമ്പിൾ എന്നാണ് ബാബുജി മഹാരാജ് പറയുന്നത്. ഈ ലളിതമായിട്ടുള്ള ഈ മാർഗത്തിലേക്ക് എല്ലാവരും വന്നു ചേരണം. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ചാണ് പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പരാവിദ്യ, നമ്മുടെ സബ്ജക്റ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, യഥാർത്ഥത്തിലുള്ള നോളജ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള മാറ്റങ്ങളാണ്. നമ്മൾ ആ നോളജായിട്ട് മാറുന്നു. അപ്പൊ സത്യം പറയുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യം, നമ്മൾ സത്യസന്ധരാവണം. നമ്മളിലൂടെ സത്യം ഒഴുകണം. സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യം, നമ്മൾ സ്നേഹത്തിന്റെ മാധ്യമങ്ങളായിട്ട് മാറും. അപ്പൊ ആ അറിവ് നമ്മളിലൂടെ ഒഴുകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അറിവിലേക്ക് നയിക്കും. ഇതാണ് പരാവിദ്യ എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കാം. അപ്പൊ ഇതില് നമ്മൾ സാധനാ ചതുഷ്ടയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലെ മൂന്നാമത്തെ ലിംബായിട്ടുള്ള ഷഡ് സമ്പത്തികളിലെ നിയമം എന്നുള്ള സ്റ്റെപ്പില് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈശ്വര പ്രണിധാനം. ഈശ്വരൻ എന്ന് പറയുമ്പോൾ അതിനർത്ഥമാക്കുന്ന എന്താണ്? നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ ഓരോരോ എക്സ്പീരിയൻസിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ
നമ്മളിലേക്ക് അറിവ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ എക്സ്പീരിയൻസിനെ ഞാൻ ഉൾക്കൊള്ളേണ്ടത്? എങ്ങനെയാണ് ഈ അറിവിനെ ഞാൻ ഉൾക്കൊള്ളേണ്ടത്? എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്? ഇതെല്ലാം എൻ്റെ ഉള്ളിലുള്ള ഒരു ലൈഫ് ഫോഴ്സ്, അതാണ് അതിനുള്ള ഊർജം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ മരം ഒളിഞ്ഞു കിടക്കുന്നു എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ സീഡ് ഫോമിൽ, നമ്മുടെ തന്നെ ശരിയായിട്ടുള്ള ആ രൂപം, ഇൻഡിവിജ്വൽ വ്യക്തിത്വത്തിൻ്റെ അതിൻ്റെ സീഡ് ഫോം, അത് ശരിക്കും ഫ്ലവർ ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ പൂർണ്ണ വ്യക്തിത്വമായി മാറും. അപ്പോൾ എൻ്റെ ഈ ലൈഫിൽ ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ അതിൻ്റെ സീഡ് ഫോമിലായിരുന്നു. എല്ലാ പോസിബിലിറ്റീസും അടങ്ങുന്ന സീഡ് ഫോമായിരുന്നു. ഈ പോസിബിലിറ്റീസ് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് പിന്നെ തീരുമാനിക്കുന്നത് അന്തരീക്ഷവും പിന്നെ എൻ്റെ മനസ്ഥിതിയും എൻ്റെ വിൽ പവറും ഒക്കെയാണ്. അപ്പോൾ ആ പൂർണ്ണമായിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ സീഡ് ഫോമിനെ നമുക്ക് ഈശ്വരൻ എന്ന് കണക്കാക്കാം. നമ്മളിൽ അത് ഇപ്പോഴും ഉണ്ട്, ആ സാധ്യത. നമ്മുടെ വ്യക്തിഗതമായിട്ട് ജീവിതത്തിലൂടെ നമുക്ക് എത്തിച്ചേരേണ്ട ആ യൂണിഫൈഡ് പേഴ്സണാലിറ്റി, നമ്മൾ യൂണിഫൈഡ് പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് അതേ ഡിസ്കസ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ആ യൂണിഫൈഡ് പേഴ്സണാലിറ്റി, അതിൻ്റെ ഉള്ളിലെ മനുഷ്യത്വം, അതിന് അപ്പുറമുള്ള ഡിവിനിറ്റിയും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സീഡ് ഫോം. ഇപ്പം എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പോസിബിലിറ്റിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനും ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാൻ സാധിക്കണം എന്ന് മനസ്സിലാക്കാനും സാധിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഈശ്വര സമർപ്പണം അല്ലെ ഈശ്വര പ്രണിധാനം എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഈശ്വരൻ എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് ആയിട്ടുള്ള ആ ഗോഡിന്റെ ഒരു വ്യക്തിഗതമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് പലപ്പോഴും സ്ക്രിപ്റ്റേഴ്സ് പറയുന്നത്. പല ഡെഫിനിഷൻസും ഉണ്ട്, പക്ഷെ ഇത് കാര്യം മനസ്സിലാക്കാൻ ഇതായിരിക്കും സിമ്പിൾ. നമ്മൾ സറണ്ടർ ചെയ്യുക എന്ന് പറയും, സമർപ്പിക്കുക. എങ്ങനെയാണ് നമ്മൾ സമർപ്പിക്കുക? വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാം. ഇപ്പോൾ ഒരു രാജ്യം വേറെ രാജ്യത്തോട് തോറ്റിട്ട്, യുദ്ധത്തിൽ തോറ്റിട്ട് സറണ്ടർ ചെയ്യുക, രാജാവ് ആ രാജാവിന് സറണ്ടർ ചെയ്യുക, തൻ്റെ കഴിവുകളെല്ലാം പിന്നെ അയാൾക്ക് കൊടുക്കുക, അയാളുടെ സ്ലേവായിട്ട് മാറുക എന്നാണ് വിചാരിക്കുക. അങ്ങനെയാണോ ആധ്യാത്മികമായിട്ടുള്ള സമർപ്പണം? തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഇവിടെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കഴിവുകൾ, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈ കഴിവുകൾ, ആ ഒറിജിനൽ ആയിട്ടുള്ള ആ പ്യൂർ ആയിട്ടുള്ള എൻ്റെ ഉള്ളിലുള്ള സീഡിന്റെ പോസിബിലിറ്റീസ് ഒരു ഭാഗം മാത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടെ നിന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഹ്യൂമിലിറ്റിയോടുകൂടി പ്രവർത്തിക്കുക. ആ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം എന്നിലൂടെ ഒഴുകിക്കോട്ടെ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഹ്യൂമിലിറ്റിയിൽ നിൽക്കുമ്പോൾ അതിന് സമർപ്പണം എന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു വിനയം. അപ്പം അങ്ങനെ വിനയാന്വിതനായിട്ടുള്ള ഒരു വ്യക്തി ജീവിതാനുഭവങ്ങൾ അതിൽ സെപ്പറേഷൻ കാണില്ല. കാരണം ഈ ചെറിയ വ്യക്തിത്വം ചെയ്യുന്ന പ്രവൃത്തികളിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. പാർഷ്യലായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു രോഗി എൻ്റെ അടുത്ത് വന്ന് രോഗം പറയുമ്പോൾ ഞാൻ ചികിത്സയ്ക്ക് വേണ്ടി എൻ്റെ കഴിവുകൾ, അറിവിനെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഒരു പാർഷ്യൽ കഴിവ് ഉപയോഗിക്കുന്നു. എത്ര ചെറിയ കഴിവാണ്! ഇപ്പോഴത്തെ ഈ കാലത്തുള്ള അറിവിൻ്റെ ശാസ്ത്രം അത് എത്ര പരിമിതമാണ്. അടുത്ത ദിവസം അത് അടുത്ത നിമിഷം തന്നെ മാറിക്കൊണ്ടിരിക്കും. 10 കൊല്ലം മുമ്പത്തെ മെഡിസിൻ അല്ല ഇപ്പോഴത്തെ മെഡിസിൻ, ഇനി വരാൻ പോകുന്നത് ഇപ്പോഴതല്ല. അപ്പോൾ നമ്മളതിൻ്റെ ചെറിയൊരു അംശം ടാപ്പ് ചെയ്യുന്നു. പക്ഷേ ഈ ആ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ആ നോളജിന്റെ സോഴ്സ് എൻ്റെ ഉള്ളിലുണ്ട്. അവിടെ നിന്നാണ് ഈ അറിവുകളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിലൂടെ അല്ലെങ്കിൽ ആരിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നു. അവിടേക്ക് എല്ലാവർക്കും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അവിടേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഈ പരിമിതമായിട്ടുള്ള ഈ കഴിവിനെ ഉപയോഗിക്കുമ്പോൾ അവിടെ പൂർണ്ണത വരികയാണ്. അതാണ് പൂർണ്ണ സ്നേഹം നമ്മളിലൂടെ ഒഴുകണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഒരു കത്തി അത് പ്രവർത്തിക്കുമ്പോൾ കത്തി ഉപയോഗിക്കുന്ന ആളുടെ സ്വഭാവം അനുസരിച്ചാണ് കത്തി വർക്ക് ചെയ്യുന്നത്. ക്രൂരനായിട്ട് ഒരാളാണെങ്കിൽ അത് ദുരുപയോഗപ്പെടുത്താം. ഇപ്പം നമ്മൾ ഒരുപാട് ന്യൂസ് കേൾക്കുന്നുണ്ട്, കത്തി ഹാമർ ഒക്കെ എങ്ങനെ ഉപയോഗിക്കാം, വേണ്ടാത്ത വിധത്തിൽ. മരുന്നുകളെ മരുന്നായിട്ട് ഉപയോഗിക്കാം, വേണമെങ്കിൽ ഡ്രഗായിട്ട് ഉപയോഗിക്കാം. ഒരു കയറിനെ നമുക്ക് നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, തൂങ്ങി ചാവാൻ ഉപയോഗിക്കാം. എന്തും ആ ഉപയോഗിക്കുന്ന ആളുടെ കയ്യിലാണ്. അപ്പോൾ അവിടെ ക്യാരക്ടറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ പ്യൂറായിട്ടുള്ള ക്യാരക്ടർ എൻ്റെ ഉള്ളിലുണ്ട്. അവിടേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വ്യക്തിത്വത്തെ ഉപയോഗിക്കും വേണം. പക്ഷെ അവിടെ ഹ്യൂമിലിറ്റി വേണം, വിനയം വേണം. എന്നിട്ട് വരുന്ന അനുഭവങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എൻ്റെ പാർഷ്യലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് എനിക്ക് തോന്നുകയാണ് അത് എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കൂടുന്നല്ല എന്ന് തോന്നുന്നു. എൻ്റെ പാർഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എന്തായാലും അതിനെ സ്വീകരിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ ശരിക്കും ഓരോ നിമിഷവും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും, സ്വീകരിക്കാൻ സാധിക്കും. നമ്മൾ സറണ്ടറിലാണ്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ പൂർണ്ണതയ്ക്ക്, നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പൂർണ്ണതയ്ക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്.
അതാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആക്സെപ്റ്റൻസിലൂടെ വർക്ക് ചെയ്യും. ആക്സെപ്റ്റൻസ് പറയുമ്പോൾ ഫലേച്ഛയില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നമ്മൾ ഫലം പുറത്തു നോക്കുന്നില്ല, എൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നു. ഞാൻ ഈ ചെയ്ത പ്രവൃത്തി എനിക്ക് മനസ്സമാധാനം തരുന്നുണ്ടോ, എനിക്ക് സ്നേഹത്തിലേക്ക് എന്നെ ഉയർത്തുന്നുണ്ടോ, എന്നെ സത്യത്തിലേക്ക് കൂടുതൽ ഉയർത്തുന്നുണ്ടോ? ഇതാണ് ആസിഡ് ടെസ്റ്റ്. അപ്പൊ ആ ടെസ്റ്റിൽ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫലം ലഭിച്ചു കഴിഞ്ഞു. അതാണ് എൻ്റെ ഫലം, എൻ്റെ റിവാർഡ് എൻ്റെ ഉള്ളിലാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആക്സെപ്റ്റൻസിൽ, ഹ്യൂമിലിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അറിയാതെ തന്നെ കൂടുതൽ 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 നമ്മുടെ ഉള്ളിലുള്ള ആ സാധ്യതയായിട്ട് ആ ഈശ്വരനിലേക്ക് ഉയരുന്നു. ഈശ്വരീയത നമ്മുടെ ഉള്ളിൽ പ്രകടമാവും, ഡിവിനിറ്റി നമ്മുടെ ഉള്ളിൽ പ്രകടമാവും. ഇതാണ് ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തുള്ള യമവും നിയമവും എല്ലാം നമ്മൾ പതുക്കെ 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 നമ്മളെ അവിടേക്ക് എത്തിക്കുകയാണ്. നമ്മളെ പോസിബിലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ കൂടുതൽ നമുക്ക് സാധിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പല സ്വഭാവ ഗുണങ്ങളും നമുക്ക് വരാൻ തുടങ്ങും. നമ്മൾ അറിയാതെ തന്നെ ഗ്രേറ്റ്ഫുൾ ആവും, കൃതജ്ഞത നമ്മുടെ ഉള്ളിൽ വരുന്നു. എല്ലാ അനുഭവങ്ങളും എന്നെ ഉയർത്തുന്നതാണ്, മോശമായിട്ടൊന്നുമില്ല എന്ന് മനസ്സിലാവും. എന്തൊക്കെ പുറത്ത് കാണുന്നുണ്ടോ അതൊക്കെ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളുടെ റിഫ്ലക്ഷനാണ്. അപ്പൊ എനിക്ക് അപൂർണതകൾ കാണുന്ന ഈ അപൂർണതകൾ എൻ്റെ ഉള്ളിൽ ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഈ സ്റ്റേറ്റിൽ നിന്ന് തോന്നുന്നതാണ്. അപ്പൊ അവിടെ നമ്മൾ ശുദ്ധീകരണം കൊണ്ടുവരുന്നു, ക്ലീനിങ് ചെയ്യുന്നു, കൂടുതൽ കൂടുതൽ ആന്തരികമായിട്ട് ക്ലീനിങ്. ശുദ്ധീകരണത്തെ കുറിച്ച് നമ്മൾ മുമ്പേ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തു. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്കത് ചെയ്യാം. അത് കമന്റ്സിൽ പോസ്റ്റ് ചെയ്താൽ മതി. മനസ്സിലായില്ല എന്ന് പോസ്റ്റ് ചെയ്താൽ നമുക്കത് വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് വരുന്നു, കൃതജ്ഞത വരുന്നു, കമ്പാഷൻ വരുന്നു. കാരണം ഈ അനുഭവം എന്നെ ഉയർത്തുന്നതാണ്. ഞാൻ കമ്പാഷനേറ്റ് ആവണ്ടേ, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. എന്നെ ഉപദ്രവിക്കുന്നവരും ക്രിട്ടിസൈസ് ചെയ്യുന്നവരും എന്നൊക്കെ നമുക്ക് തോന്നുന്നതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നമുക്ക് കൊടുക്കേണ്ടത്, ഇങ്ങോട്ട് എന്ത് കിട്ടിയാലും അങ്ങോട്ട് കൊടുക്കേണ്ടത് കമ്പാഷൻ, സ്നേഹം. അപ്പൊ ഈശ്വര പ്രണിധാനം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമ്മൾ കണക്ട് ആവുന്ന നമ്മുടെ ഉള്ളിലെ പോസിബിലിറ്റീസ് ആണ്. അതിലൂടെ നമ്മൾ പോസിബിലിറ്റി ഓഫ് ദ പോസിബിലിറ്റീസിൽ കടക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള യാത്ര നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പോസിബിലിറ്റി ആയിട്ട് സീഡിലേക്കുള്ള യാത്രയാണ്. അപ്പൊ അതിന്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിലൂടെയാണ് ഈ യാത്ര തുടങ്ങുന്നത്, എന്നിലാണ് ഈ യാത്ര അവസാനിക്കുന്നത്. അതുകൊണ്ട് പാത്ത് ഇസ് ദ ഗോൾ എന്ന് പറയും. ഈ സമർപ്പണം എന്നുള്ളത് അവസാന ഘട്ടം ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഈശ്വരന് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതല്ല. എൻ്റെ ധനത്തിൽ കുറച്ച് കാര്യം ഈശ്വരന് കൊടുക്കുക എന്നുള്ളത് സമർപ്പണമല്ല. അത് എന്തോ കിട്ടാൻ വേണ്ടി കൊടുക്കുകയാണ്, അത് സമർപ്പണമല്ല. അപ്പൊ സമർപ്പണം എന്നുള്ള പദത്തിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഈ യോഗ എന്ന് പറയുന്നത് ഇത്രയും സയന്റിഫിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതിന്റെ ഒരു വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഷനാണ് ഹാർട്ട്നെസ്. എല്ലാവരെയും വീണ്ടും ഹാർട്ട്നെസ് സഹജമാർഗ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.